ഈ വട്ടത്തെ ഓണം 3G ആയെന്ന് കേട്ടോ തോന്നുന്നത്. വേറൊന്നുമല്ല, അമ്പുക്കുട്ടിക്ക് പനിയാണ്. 3-4 ദിവസമായി തുടങ്ങിയിട്ട്. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചായിരുന്നു. ഭയങ്കര ചുമയാണ് കേട്ടോ. ഞാനൊരു റാഗി ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂളാക്കി ഇരുത്തിയിരിക്കുകയാണ്. ഇനിയവൻ നിലത്ത് നിൽക്കൂല പനിയാണെന്നുണ്ടെങ്കിൽ. ഒന്നി എൻ്റെ എളിയിൽ മൃദുലയ്ക്ക് പിന്നെ വയ്യ ഗൈസ്. അവക്കും ഇന്നലെ അവൻ്റെ കൂടെ കിടന്നിട്ട് പനിയായിട്ടോ. ജലദോഷവും തുമ്മലും. അതാണ് രാവിലെ എണീറ്റപ്പോൾ ഉള്ള അവസ്ഥ. ഇനി നാളെ എനിക്കും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ വൈബിൽ ഓണമായിട്ട് ഇങ്ങനെ തുമ്മിയൊക്കെ ഇരിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞോട്ട് ഓഫ് റോഡ് പോയപ്പോൾ നമ്മളെ ഷോക്ക് അബ്സർ ഒന്ന് മേളിൽ ഒന്ന് അടിച്ചിട്ട് ചെറിയതായിട്ടൊരു സ്ക്രാച്ച് വീണായിരുന്നു. ഞാനതങ്ങ് അപ്പോഴേ വിട്ടു. പക്ഷേ ഇന്നലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അവരെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തുരുമ്പായി തുടങ്ങുന്നത്. നമ്മൾ അണ്ടർ ബോഡിയിലൊക്കെ ഇങ്ങനെ ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അപ്പോഴേ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പം ഞാൻ അത് കടയിൽ വിളിച്ച് ചോദിച്ചപ്പം അവർ 2 ദിവസം വണ്ടി ഇട്ടേക്കണമെന്ന് പറഞ്ഞു. ചിലവർ ഓണം കഴിഞ്ഞ് വണ്ടി എടുക്കുന്നോളെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ അതങ്ങ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സ്ക്രാച്ചാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും അണ്ടർ ബോഡിയിലായതുകൊണ്ട് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പം ഇത് സഹജമാണ് ഗൈസ്. കല്ലൊക്കെ വന്ന് അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതിനാണല്ലോ നമ്മൾ ഈ ഫോർച്യൂണർ എടുത്തത്, മല കയറാൻ വേണ്ടി. പെയിൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ജിമ്മിനി കേട്ടോ. വാങ്ങേണ്ട ലിസ്റ്റും തന്നു. പിന്നെ നമ്മളെ പേപ്പറൊക്കെ വെച്ച് മാസ്ക് ഒക്കെ ചെയ്തു വേറെങ്ങും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ റെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൻറ്റി റെസ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു കോട്ടിങ്ങും കൂടി നമ്മൾ അടിച്ചിട്ട് പിന്നെ പെയിൻ്റൊക്കെ അടിച്ചു കേട്ടോ. പെയിൻറ്റ് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് അത് ഉണങ്ങിയതിന് ശേഷം സ്പ്രേ പെയിൻറ്റും അടിക്കണമായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും മൃദുല ഇവിടെ ലഞ്ചൊക്കെ റെഡിയാക്കി. സോ അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.